ഹലോ ഗൈസ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എം ജിയുടെ ഗ്ലോബൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു റോഡ്സ്റ്റർ ആയ സൈബസ്റ്ററിനെ പറ്റിയാണ്. ജാനുവരിയിൽ സൈബസ്റ്റർ ഇന്ത്യ ലോഞ്ച് ചെയ്യുമെന്നാണ് എം ജി അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഗ്ലോബലി നോക്കുവാണെങ്കിൽ സൈബസ്റ്ററിന് രണ്ട് പവർ ട്രെയിൻ ഓപ്ഷൻസ് ആണ് എം ജി കൊടുക്കുന്നത്. ഒരു 77 കിലോ വാട്ട് അവറിന്റെ ബാറ്ററി പെയർഡ് വിത്ത് 2 ഇലക്ട്രിക് മോട്ടോഴ്സ്, ഒരു മോട്ടോർ ഫ്രണ്ട് ആക്സിലും ഒരു മോട്ടോർ റിയർ ആക്സിലും, അങ്ങനെ ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നു. ഈ പവർ ട്രെയിൻ അറൌണ്ട് 544 ഹോഴ്സ് പവറും 725 ന്യൂട്ടൺ മീറ്റേഴ്സ് ഓഫ് ടോക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. 0-100 km/h സ്പ്രിന്റിന് 3.2 സെക്കൻഡ്സ് എന്നാണ് എം ജി ക്ലെയിം ചെയ്യുന്നത്. അതുപോലെ 580 km ആണ് എം ജി ക്ലെയിം ചെയ്യുന്ന ഈ പവർ ട്രെയിനിന്റെ മാക്സിമം റേഞ്ച്. ഈ പവർ ട്രെയിൻ കൂടാതെ എം ജി 64 kWh ഒരു റിയർ വീൽ ഡ്രൈവ് പവർ ട്രെയിനും എം ജി സൈബസ്റ്ററിന് ഓഫർ ചെയ്യുന്നുണ്ട്. ആ പവർ ട്രെയിൻ അറൌണ്ട് 308 ഹോഴ്സ് പവറും 475 ന്യൂട്ടൺ മീറ്റേഴ്സ് ഓഫ് ടോക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എം ജി പറയുന്നത് ഈ വേരിയന്റിന് അറൌണ്ട് 520 കിലോമീറ്ററോളം റേഞ്ച് കിട്ടുമെന്നാണ്. 1850 കിലോഗ്രാം ആണ് റിയർ വീൽ ഡ്രൈവ് സിസ്റ്റം വരുന്നതിന്റെ വെയിറ്റ്. അതുപോലെ 1985 കിലോഗ്രാം ആണ് ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റം വരുന്നതിന്റെ വെയിറ്റ്. സൈബസ്റ്ററിന്റെ ലുക്സിലേക്ക് വരുവാണെങ്കിൽ ഒരു സൂപ്പിംഗ് ഫ്രണ്ട് നോസും അതുപോലെ ബമ്പറിൽ ബാറ്ററിയുടെ കൂളിങ്ങിന് ആവശ്യമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള എയർ ഇൻടേക്കും നമുക്ക് കാണാൻ സാധിക്കും. ഈ എയർ ഇൻടേക്കിൻ്റെ ബാക്കിലായിട്ട് അഡ്ജസ്റ്റബിൾ ഫ്ലാപ്പും നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ അഡ്വാൻറ്റേജിലേക്ക് നോക്കുവാണെങ്കിൽ ബാറ്ററിക്ക് എപ്പോഴാണ് കൂളിംഗ് ആവശ്യമുള്ളത് ആ ടൈമിൽ ഫ്ലാപ്പ് ഓപ്പൺ ആവുകയും എന്നാൽ ആവശ്യമില്ലാത്ത ടൈമുകളിൽ ഫ്ലാപ്പ് ക്ലോസ് ആയിരിക്കുകയും ചെയ്യുക. അങ്ങനെ ഡ്രാഗ് കുറയ്ക്കാൻ സാധിക്കും. സൈഡിലോട്ട് വരുവാണെങ്കിൽ ഒരു സ്കേർട്ടും അതുപോലെ പെൻറ്റൽ ലൈക്ക് ഡിസൈനിൽ ഫിനിഷ് ചെയ്തിരിക്കുന്ന അലോയ് വീൽസും നമുക്ക് കാണാൻ സാധിക്കും. ടയർ സൈസിലേക്ക് നോക്കുവാണെങ്കിൽ റിയർ വീൽ ഡ്രൈവ് സിസ്റ്റം വരുന്നതിന് 19 ഇഞ്ചും അതുപോലെ ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റം വരുന്നതിന് 20 ഇഞ്ചുമാണ് എം ജി പ്രൊവൈഡ് ചെയ്യുന്നത്. കൂടാതെ സിസർ ലൈക്ക് ഡോർസും അതിൻ്റെ മുകളിലായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഡോർ ഹാൻഡിൽസും നമുക്ക് കാണാൻ സാധിക്കും. റിയറിലേക്ക് വരുവാണെങ്കിൽ ആരോ ഷേപ്പിനുള്ള ഒരു ടെയിൽ ലൈറ്റും ബാക്കിലെ എൻറ്റയർ വിത്തിനെ കവർ ചെയ്യുന്ന ഒരു ലൈറ്റ് ബാറും നമുക്ക് കാണാൻ സാധിക്കും. സൈബസ്റ്ററിന്റെ ഇന്റീരിയറിലേക്ക് വരുവാണെങ്കിൽ ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റീറിംഗ് വീലും ഡ്രൈവർ ഫോക്കസ്ഡ് ആയിട്ട് ഡ്രൈവർ കോക്പിറ്റിനോട് ചേർന്ന് നിൽക്കുന്ന 3 സ്ക്രീൻസ് ആണ് എം ജി സൈബസ്റ്ററിന് കൊടുത്തിരിക്കുന്നത്. അതിനകത്തൊരെണ്ണം ഇൻഫോടൈൻമെന്റ് സിസ്റ്റവും ഒരെണ്ണം ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും ഒരെണ്ണം സെൻട്രിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ തരാനുമാണ്. സെൻട്രൽ കൺസോളിലേക്ക് വരുമ്പോൾ കുറച്ച് ഫിസിക്കൽ ബട്ടൺസും റൂഫ് മെക്കാനിസത്തിനുള്ള ബട്ടൺസും അതുപോലെ തന്നെ HVAC കൺട്രോൾ സിസ്റ്റത്തിനുള്ള ഒരു ടച്ച് സ്ക്രീനും നമുക്ക് കാണാൻ സാധിക്കും. സോ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ജാനുവരിയിൽ സൈബസ്റ്റർ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമെന്നാണ് എം ജി അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഓൾ വീൽ ഡ്രൈവ് വേർഷൻ ആയിരിക്കും ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുക. എന്നാലും സെലക്റ്റഡ് നമ്പേഴ്സിനെങ്കിലും റിയർ വീൽ ഡ്രൈവ് സിസ്റ്റം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എം ജി അവരുടെ പ്രീമിയം വെഹിക്കിൾസ് സെല് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്ത ഔട്ട്ലെറ്റ്സ് ആയ എം ജി സെലക്റ്റൂടെ ആയിരിക്കും സൈബസ്റ്റർ സെല്ല് ചെയ്യുക. എം ജിയുടെ സെലക്ട് ഔട്ട്ലെറ്റ്സിലൂടെ ആദ്യമേ വിൽക്കാൻ പോകുന്ന വണ്ടിയാണ് സൈബസ്റ്റർ. ഗ്ലോബൽ ലൈനപ്പിൽ എം ജിയുടെ MPV ആയ മിഫയും ഈ ലൈനപ്പിൽ ആഡ് ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സോ ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. സൈബസ്റ്ററിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കമൻറ്റ് ചെയ്യുക. ഓട്ടോമോട്ടീവ് അപ്ഡേറ്റ്സ് അപ്പം അറിയുന്നതിനായി ടോക്ക് ടോക്സ് എന്ന ഞങ്ങളുടെ ഇൻസ്റ്റാ പേജ് കൂടി ഫോളോ ചെയ്യുക. എൻതൂസിയാസ്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ടിന് ഈ വീഡിയോ ഷെയറും ചെയ്ത് കൊടുക്കുക. കൂടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. So that's it for now. See you in the next video. Until then, bye.